നമസ്കാരം. ദ എലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം. അങ്ങനെ ഒടുവിൽ കേരളത്തിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനിച്ചു. ഇനി അറിയേണ്ടത് മന്ത്രിസഭയിലേക്ക് ആരെല്ലാം വരും എന്നതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചും കോൺഗ്രസിൽ ഒരു തലമുറ മാറ്റം മുഖ്യമന്ത്രി സ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നു. അവിടെ ഇതുവരെ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ രീതികളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് മുന്നണിയുടെ വികാരം, ജനങ്ങളുടെ വികാരമൊക്കെ മാനിച്ചുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഭൂരിപക്ഷം CLPയിലെ ഭൂരിപക്ഷം മാത്രം നോക്കി തീരുമാനമെടുക്കുക എന്ന രീതി അടക്കം മാറ്റിമറിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ എന്ന സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ഒരാൾ ആദ്യമായി മുഖ്യമന്ത്രിയാവുന്നത്. പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിന്റെയും പിൻബലമില്ലാതെ ഒരു കോൺഗ്രസ്സുകാരൻ കേരളത്തിൽ ആദ്യമായി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നതും അത് VD സതീശൻ ആണെന്ന് പറയേണ്ടി വരും. ഇനി അറിയേണ്ടത് മന്ത്രിസഭാ രൂപീകരണമാണ്. മന്ത്രിസഭാ രൂപീകരണത്തിൽ സാധാരണ കോൺഗ്രസ് പിന്തുടരുന്ന ചില രീതികളൊക്കെ ഉണ്ട്. ജാതി മത സമവാക്യങ്ങൾ, ഗ്രൂപ്പ് സമവാക്യങ്ങൾ, അതോടൊപ്പം തന്നെ പ്രാദേശികമായ സന്തുലിതാവസ്ഥ. മലബാറിനും മധ്യ കേരളത്തിനും തിരുവിതാംകൂറിനും എല്ലാം പ്രാതിനിധ്യം കിട്ടുന്ന രീതിയിലുള്ള ഒരു സന്തുലിതാവസ്ഥ, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മന്ത്രിസഭ രൂപീകരിക്കുന്നത്. അതിന് ഏതെല്ലാം സാധ്യതകളാണ് മുന്നിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കുന്നത്. എനിക്കൊപ്പം MG രേണുക കൂടി ചേരുന്നു. കിരൺ ബാബു, എനിക്ക് ആദ്യം അറിയേണ്ടത് മുൻകാലങ്ങളെ അനുസരിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളതാണ്. ഇന്ന് UDF യോഗം ചേർന്ന് തീരുമാനമാകാതെ പിരിഞ്ഞിട്ടുണ്ട്. രമേശ് ചെന്നിത്തല പ്രധാന വകുപ്പ് ചോദിക്കുന്നുണ്ട്, KC പക്ഷം പിടിമുറുക്കുന്നു. ഇതൊക്കെയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വാർത്തകൾ. ഇതെല്ലാം കൂടി ചേർന്ന് മാത്രമേ കോൺഗ്രസിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കഴിയൂ. പണ്ട് A ഗ്രൂപ്പിന് 4 മന്ത്രിസ്ഥാനം, I ഗ്രൂപ്പിന് 4 മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞാൽ A ഗ്രൂപ്പ് തീരുമാനിക്കും ആര് 4 പേര് വേണം. അവസാനം അതിനകത്ത് ജാതി സമവാക്യം ശരിയായില്ലെങ്കിൽ ഒരു ഭാഗത്ത് ഒരു വിഭാഗം കൂടിയാൽ മറ്റേ ഭാഗം മാറ്റിയെടുക്കാൻ തീരുമാനം. അതിനപ്പുറത്തേക്ക് ഒരു ചർച്ചയില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ കുറെ കൂടി മെറിറ്റ് നോക്കിയുള്ള ചർച്ചകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്ര മെറിറ്റ് നോക്കിയ ചർച്ചകൾ. പക്ഷേ മെറിറ്റ് നോക്കുമ്പോഴും കോൺഗ്രസിന്റെ വെല്ലുവിളി ഒരു പൂർണ്ണമായി മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരാളെ എല്ലാവരും ഒഴിവാക്കുക, അങ്ങനെ ഒരു നടക്കില്ല. മുസ്ലിം വിഭാഗത്തിന് പ്രാതിനിധ്യം കൊടുക്കണം, ഈഴ വിഭാഗത്തിന് പ്രാതിനിധ്യം കൊടുക്കണം, നായർ വിഭാഗത്തിന്, അങ്ങനെ എല്ലാ സാമുദായിക, ക്രിസ്ത്യൻ വിഭാഗത്തിലെങ്കിൽ ലത്തീൻ പ്രാതിനിധ്യം കൊടുക്കണം, ഓർത്തഡോക്സ് പ്രാതിനിധ്യം, അങ്ങനെ അതെല്ലാം കൂടി പരിഗണിക്കേണ്ടി വരും. പക്ഷേ അത് മാത്രം നോക്കിയാണ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അതുകൂടി പരിഗണിക്കാതെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് എപ്പോഴും അതെല്ലാം പരിഗണിക്കുന്ന ഒരു പാർട്ടിയാണ്. അത് പരിഗണിക്കേണ്ടി സ്വാഭാവികമായി വരും. നമുക്ക് ആദ്യം അതിനു മുമ്പ് എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ് കഴിഞ്ഞ ഇത്തവണത്തെ ചിത്രം ഇതാണ്. കോൺഗ്രസിന് 63 സീറ്റ്. അപ്പോൾ 11 മന്ത്രിമാരായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. ഇത്തവണ അത് 12 ഉയരാം. കാരണം ആകെ കോൺഗ്രസ് മന്ത്രിമാരെ തീരുമാനിക്കുന്നത് സാധാരണഗതിയിൽ ആകെ കഴിഞ്ഞ പ്രാവശ്യം 72/20 എന്നുള്ളതായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെയല്ല, 102/20 എന്നുള്ളതാണ്. അപ്പോൾ എടുക്കുമ്പോൾ 5 പേർക്ക് ഒരു മന്ത്രിസ്ഥാനത്തേക്ക് സ്വാഭാവികമായി എത്തേണ്ടി വരും. കോൺഗ്രസിന് ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ 63-ൽ 12 മന്ത്രിസ്ഥാനം വരെ കോൺഗ്രസിന് ലഭിക്കാൻ സാധ്യതയുണ്ട്. ലീഗിന് 22-നാണെങ്കിൽ ന്യായമായി ലഭിക്കേണ്ടത് 4 ഇത്തവണ. ലീഗിന് കഴിഞ്ഞ തവണ പക്ഷേ 5 കൊടുത്തിരുന്നു. അതുകൊണ്ട് ലീഗ് പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. അതുകൊണ്ട് ലീഗിനെ ചിലപ്പോൾ 5-ൽ നിന്ന് താഴെ കൊണ്ടുപോകാൻ ചിലപ്പോൾ അനുവദിക്കില്ല. 22 അധികമുണ്ട്. കേരള കോൺഗ്രസിന് 7, അത് 2 മന്ത്രിമാർ ആവശ്യപ്പെടുന്നുണ്ട്. ആ 2 പേര് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. കഴിഞ്ഞ തവണ KM മാണിയും PJ ജോസഫും 2 പേരും ഒരു പാർട്ടിയിലായിരുന്നു. അന്ന് 2 പേരും മന്ത്രിമാരായിരുന്നു. അത് 1 എന്ന നിലയ്ക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിന് പകരം ഈ വേറെ ഏതെങ്കിലും ക്യാബിനറ്റ് പദവിയുള്ള ചീഫ് വിപ്പ് പദവിയുണ്ട്, ഡെപ്യൂട്ടി സ്പീക്കർ പദവിയുണ്ട്. ആ പദവികളിലേക്ക് കൂടി ഒക്കെ പരിഗണിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന് RSPക്ക് 3 മൂന്നായാലും അവർക്ക് ഒരു മന്ത്രിസ്ഥാനം ഉറപ്പായും അവർക്ക്. കോൺഗ്രസ് വേണമെങ്കിൽ 11 മന്ത്രിസ്ഥാനവും പ്ലസ് ഒരു സ്പീക്കർ പദവിയോ ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയും വരാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ് 11 ക്യാബിനറ്റിൽ, ഇത് മന്ത്രിമാരുടെ കണക്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ന്യായമായും കണക്കെടുക്കുകയാണെങ്കിൽ 63 എന്ന് പറയുമ്പോൾ അത് 5 എടുത്തു കഴിഞ്ഞാൽ 12 വരേണ്ടത്. 12 സ്ഥാനത്തേക്ക് സ്വാഭാവികമായും. അപ്പോൾ എന്തായാലും നാളത്തെ UDF യോഗത്തിൽ ഇങ്ങനെ വീതം വെപ്പ് സംബന്ധിച്ച് വലിയ തർക്കം ഉണ്ടാകാൻ സാധ്യതയില്ല. തർക്കമുണ്ടാവാൻ സാധ്യതയില്ല എന്ന് പറയാൻ കഴിയില്ല. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇവിടെ 22 പേരുള്ള ആളുകൾ, 22 പേരുള്ള ന്യായമായി കിട്ടേണ്ടത് 4+1 അല്ലെങ്കിൽ അരയോ ആണ്. അര എത്താനുള്ള ഇതില്ല. പക്ഷേ ഇവിടെ 7, ഇവിടെയും ഇതുപോലെ +2 ഉണ്ട്. ഇവിടെ 2 കേരള കോൺഗ്രസ് 2 ഉണ്ട്. ഇവിടെ 3 ഉള്ളൂ, -2 ആണ്. പക്ഷേ -2 ആണെങ്കിൽ അവിടെ മന്ത്രിസ്ഥാനം. അപ്പോൾ വകുപ്പുകളിൽ ചില മാറ്റങ്ങൾ, ഇവർക്ക് പ്രധാനപ്പെട്ട വകുപ്പുകൾ കൊടുക്കുകയും മറ്റുള്ളവർക്ക് താരതമ്യേന കുറഞ്ഞ വകുപ്പുകൾ. ഇനി ഇതുകൂടി നമുക്ക് ചെറുകക്ഷികൾ CP ജോൺ ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ പോലും. CP ജോണിന് രേണുക പറഞ്ഞതുപോലെ തന്നെ CP ജോണിന് CMPക്ക് ഒരു MLA എന്നുള്ളതല്ല കണക്കാക്കുന്നത്. CP ജോൺ എത്രയോ കാലമായി, ഇതിൽ ഏറ്റവും കൂടുതൽ ദീർഘകാലമായി മുന്നണി മാറാതെ നിന്ന ഒരാൾ CP ജോണാണ്. MP രാഘവനൊപ്പം ഇറങ്ങിപ്പോകുന്ന ആളാണ്. ഒരിക്കൽ പോലും CP ജോണിന് ഒരു ജയിക്കുന്ന സീറ്റ് കൊടുക്കാൻ സാധിച്ചില്ല. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സീറ്റ് കൊടുക്കാൻ സാധിച്ചതും ജയിക്കുന്നതും. പിന്നെ CP ജോൺ UDFന് നൽകിയ സംഭാവനകൾ, പ്രകടന പത്രിക തയ്യാറാക്കുന്നത് മുതൽ CP ജോൺ ഭരണത്തിലിരിക്കുമ്പോൾ ആസൂത്രണ ബോർഡിലൊക്കെ വരുന്നത്, അങ്ങനെ ആ തരത്തിലേക്കുള്ള സംഭാവനകൾ. VDയുമായുള്ള വലിയ കണക്ഷൻ ഇപ്പോൾ അദ്ദേഹം VDയുമായി വലിയ കണക്ഷൻ സൂക്ഷിക്കുന്നു. VDയുമായും നല്ല കണക്ഷനാണ്. ടീം UDF എന്ന നിലയ്ക്ക് ടീമിന്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന നിലയ്ക്ക് CP ജോൺ. അതുകൊണ്ട് CP ജോൺ എന്തായാലും ഫുൾ ടൈം മന്ത്രിസ്ഥാനം കിട്ടാൻ സാധ്യതയുണ്ട്. മറ്റ് ചെറിയ കക്ഷികളിൽ ഇതിൽ സാധ്യത ഇവർക്ക് ഒരുപക്ഷെ ടേം വ്യവസ്ഥയാവാൻ സാധ്യതയുണ്ട്. മാണി സി കാപ്പനും
കെ രമയ്ക്കും ടേം വ്യവസ്ഥയാകാൻ സാധ്യതയുണ്ടോ? ഇതിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം കെ രമ മന്ത്രിസ്ഥാനം ഇതുവരെ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. കെ രമ കഴിഞ്ഞ തവണ അടക്കം എടുത്ത നിലപാട് ഞങ്ങൾ ഇതിൽ അസോസിയേറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ UDF-ന്റെ ഭാഗമല്ല, പക്ഷേ അസോസിയേറ്റ് ചെയ്യുകയാണ്. പക്ഷേ ഇപ്പോൾ ആ ഘട്ടമൊക്കെ കഴിഞ്ഞു. അത് ഒരു ലെഫ്റ്റ് പാർട്ടിയിൽ നിന്ന് UDF-ലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു തടസ്സമായിരുന്നു. ഇപ്പോൾ ജി സുധാകരനൊക്കെ ഒറ്റയ്ക്ക് മത്സരിച്ച് പിന്തുണ എടുക്കുന്ന പോലത്തെ ഒരു വിഷയം തന്നെയാണ്. ഒഴിവാകുകയാണെങ്കിൽ ഇവർക്ക് അനൂപ് ജേക്കബിനും മാണി സി കാപ്പനുമാണ്. പക്ഷെ അവർക്ക് അപ്പോഴും കൊടുക്കുമ്പോൾ ഈ 3 പേർക്ക് 3 മന്ത്രിസ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും മന്ത്രിസ്ഥാനത്തിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ചിലപ്പോൾ ടേം വ്യവസ്ഥയിലേക്ക് അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും ടേം വ്യവസ്ഥയിൽ 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം കൊടുക്കാനുള്ള സാധ്യത എന്തായാലും അങ്ങനെ ഒരു പരിഗണന. അവിടെ പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നത് കെ രമ കൂടി വരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എങ്ങനെ ഉൾക്കൊള്ളും എന്നതിൽ അതാണ്. കെ രമ കൂടി വരാൻ അത് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. കെ രമ കൂടി വരാൻ താല്പര്യപ്പെട്ടാൽ നിലവിൽ കെ രമയുടെ പാർട്ടി RMP ഇതുവരെയും മന്ത്രിസ്ഥാനം വേണമെന്നത് ഔദ്യോഗികമായി ഇത്തവണ പറഞ്ഞിട്ടില്ല. അതും പ്രധാനമാണ്. ഇത്തവണ വേണ്ട എന്നൊരു നിലപാടും അവർ സ്വീകരിച്ചിട്ടില്ല. ഇനി അവരുടെ നിലപാട് എന്താണ് എന്നതിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിയിരിക്കും കെ രമയ്ക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുന്നത്. എന്തായാലും അനൂപ് ജേക്കബിനും മാണി സി കാപ്പനെ സംബന്ധിച്ചും രണ്ടുപേർക്കും ടേം വ്യവസ്ഥയാണ്. ഇന്ന് അനൂപ് ജേക്കബ് പറഞ്ഞത് 5 വർഷവും കിട്ടും, അതിൽ മുന്നണിക്ക് കൊടുക്കുക. അത് കഴിഞ്ഞ വർഷം 72 ഉള്ളതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഇന്ന് ഷിബു ബേബി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു വാചകമുണ്ട്. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് മന്ത്രിസ്ഥാനം കിട്ടി, ഫുൾ ടൈം കിട്ടി മന്ത്രിസ്ഥാനം, ഞങ്ങൾ ചോദിച്ച വകുപ്പ് കിട്ടി. കാരണം അന്ന് 72 ആയതുകൊണ്ട് ഒരാൾ പോലും പ്രധാനമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. അതുകൊണ്ട് ഞങ്ങൾ ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വേണമെങ്കിൽ വിട്ടുവീഴ്ചയ്ക്ക് ഘടകകക്ഷികൾക്ക് മുതിരേണ്ടി വരാം. അതിനുള്ള സാധ്യത കൂടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ CP ജോണിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പ്രത്യേക പരിഗണന. ഇവർക്കൊക്കെ അപ്പുറത്തേക്ക് അനൂപ് ജേക്കബ് ഒരു തവണ ഇരുന്നാണ്. CP ജോൺ MLA പോലും ഇതുവരെ ആയിട്ടില്ല. CP ജോൺ അങ്ങനെ ഒരു പരിഗണന കൊടുത്ത് 5 വർഷവും കൊടുക്കാൻ തന്നെയാണ് ഉറച്ച സാധ്യത. അതും അദ്ദേഹത്തിന്റെ ഒരു മെമ്പർ എന്നതിനപ്പുറത്തേക്ക് ഒരു മെച്ചപ്പെട്ട വകുപ്പ് കൂടി അദ്ദേഹത്തിന് ലഭിക്കാനുള്ള, പ്രത്യേക സഹകരണം പോലുള്ള വകുപ്പൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരാൾ കൂടിയാണ്. ഇനി സുധാകരൻ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും? അത് രേണുകയുടെ ഇതേ പ്രതിസന്ധി തന്നെയാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്. ഇതുവരെ നമുക്ക് കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് ജി സുധാകരനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയില്ല. ജി സുധാകരൻ ചിലപ്പോൾ മന്ത്രിസഭയിലേക്ക് ഒരു കോൺഗ്രസ് മന്ത്രിസഭയിൽ മന്ത്രിയായിരിക്കാൻ ചിലപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവില്ല. എന്നാലും അദ്ദേഹം ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജി സുധാകരനെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അദ്ദേഹത്തെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥാനം നൽകി. ഇപ്പോൾ ആളുകളൊക്കെ പറയുന്നത് കഴിഞ്ഞ VS-നെ അവസാനം കൊണ്ടുവന്നതുപോലെ ഭരണപരിഷ്കാര കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കോടുകൂടി ഒരു പദവി കൊടുക്കുക എന്നുള്ളതായിരിക്കും. എന്തായാലും ഒരു കോൺഗ്രസ് മന്ത്രിസഭയിലേക്ക് അദ്ദേഹം പോകും. അദ്ദേഹത്തെ പരിഗണിക്കാതിരിക്കില്ല. പ്രധാനപ്പെട്ട ഒരു റോളിൽ ജി സുധാകരൻ ഉണ്ടാകും. അത് ഈ പറയുന്നത് പോലെ ആകും അല്ലേ? അത് ഏറ്റവും പ്രധാനമാണ്. ജി സുധാകരൻ മറ്റു പലരും മത്സരിച്ചു, TK ഗോവിന്ദനും ഒക്കെ മത്സരിച്ചെങ്കിലും കുഞ്ഞികൃഷ്ണനൊക്കെ മത്സരിച്ച് വിജയിച്ചെങ്കിലും ജി സുധാകരൻ യഥാർത്ഥത്തിൽ UDF-ലേക്ക് വന്നതിൻ്റെ പ്രയോജനം UDF-കാർക്ക് നന്നായി അറിയാം. അത് അമ്പലപ്പുഴയിലെ ഒരു ജയം എന്നുള്ളതല്ല. മറ്റേടത്ത് രണ്ടുപേരും അവരുടെ ജയമാണെങ്കിൽ കേരളമാകെ ജി സുധാകരൻ്റെ പ്രതിച്ഛായ, അദ്ദേഹത്തിൻ്റെ ഒരു അഴിമതി വിരുദ്ധ പ്രതിച്ഛായ, പിന്നെ CPM-നെ സംബന്ധിച്ച് ഏറ്റവും തലമുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. മാത്രമല്ല കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.